മെട്രോ ഇൻ ദിനോ ലൈഫ് ഇൻ എ മെട്രോ എന്ന സിനിമയുടെ സ്പിരിച്വൽ സീക്വൽ ആണ്. ഡയറക്ടഡ് ബൈ അനുരാഗ് ബാസു, സ്ക്രീൻ പ്ലേ ബൈ അനുരാഗ് ബാസു, സ്റ്റോറി ബൈ അനുരാഗ് ബാസു, സിനിമാറ്റോഗ്രാഫിയും പ്രൊഡക്ഷൻ ഒക്കെ അനുരാഗ് ബാസു തന്നെ ചെയ്തിരിക്കുന്നത്. മെട്രോ ഇൻ ദിനോ എന്ന സിനിമയുടെ പാട്ടുകൾ ഇതുവരെ കേട്ടിട്ടില്ലെങ്കിൽ കേട്ടു നോക്കൂ. പ്രീതമിന്റെ തന്നെ ബെസ്റ്റ് ആൽബം ഇൻ റീസെന്റ് ടൈംസ്. മെട്രോ ഇൻ ദിനോയുടെ സോള് തന്നെ ഇതിനകത്ത് പ്രീതമിന്റെ മാജിക്കൽ ആൽബമാണ്. ഇതിൽ എന്റെ ഏറ്റവും ഫേവറേറ്റ് പാട്ടുകളാണ് ജമാന ലഗെ, ദിൽ കാ ക്യാ, മനിയെ മേരാ ഓർ മൊഹബത്ത് കിത്നി കറോ. ഈ ഒരു പാട്ടുകളെല്ലാം കേട്ടു നോക്കുക. ഇതിൽ ഏറ്റവും ബെസ്റ്റ് ആയിട്ട് പ്ലേസ് ചെയ്ത പാട്ടായിരുന്നു ദിൽ കാ ക്യാ എന്ന പാട്ട്. ഇന്റർവെൽ സീക്വൻസിലാണ് നമ്മൾ ശരിക്കും വിചാരിക്കും വി ആർ ഫ്ലോട്ടിംഗ് ഇൻ ദ യൂണിവേഴ്സ്. അത്ര കിടിലം വർക്കാണ് പ്രീതം ചെയ്ത് വെച്ചിരിക്കുന്നത്. പ്രീതമിന്റെയും ബാൻഡിന്റെയും ക്യാമിയോ സീക്വൻസസ് ഉണ്ട്. അത് വെരി വെൽ ബ്ലെൻഡഡ് ആയിരുന്നു നറേറ്റീവ് ആയിട്ട്. പിന്നെ വേറെയും ഒരു ക്യാമിയോ അപ്പിയറൻസ്, അതും രസം തന്നെയായിരുന്നു. പിന്നെ കഥയിലോട്ട് കിടക്കുവാണെങ്കിൽ ഫസ്റ്റ് ഹാഫിലെ എല്ലാ ജനറേഷന്റെ കഥകളും വളരെ വ്യത്യസ്തമായി വളരെ നന്നായിട്ട് തന്നെ അനുരാഗ് ബാസു പറഞ്ഞിട്ടുണ്ട്. വി വിൽ റിയലി ഫീൽ ആൻഡ് കണക്ട് ടു എവരി ക്യാരക്ടേഴ്സ്. ആദിത്യ റോയ് കപൂർ തന്നെ കുറെ പരിപാടിയിൽ പറഞ്ഞിട്ടുണ്ട് ചെറുപ്പം തൊട്ട് പ്രായമുള്ളവരുടെ കഥകൾ ഇതിനകത്ത് കാണാൻ പറ്റും. ആൻഡ് ഇറ്റ്സ് വെരി മച്ച് ട്രൂ. എനിക്ക് ഇതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട കഥകളായിരുന്നു സാറയുടെയും ആദിത്യയുടെയും പിന്നെ അലി ഫസൽ ഫാത്തിമയുടെയും. അലി ഫസൽ ശരിക്കും ഡീപ്പായിട്ട് തന്നെ പെർഫോം ചെയ്യുന്നുണ്ട്. എന്തൊരു രസമായിട്ട് അഭിനയിക്കണത്. പക്ഷെ ഇടയ്ക്ക് സ്ക്രീനിൽ കാണാനുള്ളൂ. ഇനി സ്ക്രീനിൽ കാണാൻ പറ്റുന്നു, കൂടുതൽ കാണാൻ പറ്റുന്നു പ്രതീക്ഷിക്കുന്നു. പിന്നെ ബാക്കിയുള്ളവരുടെ കഥകൾ ഫസ്റ്റ് ഹാഫിൽ ഭയങ്കര നന്നായിട്ട് വളരെ രസകരമായിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിലും സെക്കൻഡ് ഹാഫിൽ ഒരു കൈവിട്ട് പോയൊരു അവസ്ഥ തന്നെയായിരുന്നു. കുറെ തമാശകളും കുറെ രസകരമായ നിമിഷങ്ങൾ ഉണ്ടെങ്കിൽ പോലും ഭയങ്കര ഫ്ലാറ്റ്, ഭയങ്കര ഡൗൺ ആയിട്ട് തന്നെയാണ് സെക്കൻഡ് ഹാഫിന്റെ ഒരു നറേറ്റീവിന്റെ പോക്ക്. പിന്നെ കുറെ പേരുടെ ക്യാരക്ടേഴ്സിന്റെ ഒരു ആക്ഷൻസ് പോലും ഭയങ്കര ജസ്റ്റിഫയബിൾ ആയിട്ട് ഫീൽ ചെയ്തില്ല. ഫസ്റ്റ് ഹാഫിൽ നമുക്ക് ഈ ഇമോഷണൽ കണക്ഷൻ ഡെപ്ത് ഒക്കെ കുറെ ക്യാരക്ടേഴ്സും കുറെ സ്റ്റോറീസിനോട് തോന്നുന്നുണ്ടെങ്കിൽ പോലും സെക്കൻഡ് ഹാഫിൽ നമുക്കത് ഫീൽ ചെയ്യില്ല. ക്ലൈമാക്സും ഒരു ഡീസന്റ് അനുഭവമേ കിട്ടിയുള്ളൂ. പെട്ടെന്ന് അങ്ങോട്ട് അവസാനിച്ച പോലെ ഒരു ടോട്ടൽ സാറ്റിസ്ഫാക്ഷൻ കിട്ടിയില്ല. എല്ലാവരുടെയും പെർഫോമൻസസ് പക്ഷെ കിടിലായിരുന്നു. പെർഫെക്റ്റ് പെർഫോമൻസ്, പെർഫെക്റ്റ് കാസ്റ്റിംഗ്. ആദിത്യ റോയ് കപൂർ, സാറ അലി ഖാൻ, പങ്കജ് ത്രിപാഠി, കൊങ്കണ സെൻ ശർമ്മ, നീന ഗുപ്ത, അലി ഫസൽ, ഫാത്തിമ സന ഷേഖ്, അനുപം ഖേർ, സസ്വത ചാറ്റർജി, ദർശന ബാനിക്, ഇവരൊക്കെ സൂപ്പർ ആയിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. ഇതിലാകെ സാര അലി ഖാന്റെ ഹെയർ സ്റ്റൈലോട് മാത്രം യോജിപ്പുണ്ടായില്ല. ബാക്കി എല്ലാവരുടെയും സ്റ്റൈലിങ്ങും ഡിസൈനിങ് ഒക്കെ വളരെ നന്നായിരുന്നു. പിന്നെ സിനിമാറ്റോഗ്രാഫി ചെയ്തിരിക്കുന്ന ഡയറക്ടറും പിന്നെ അഭിഷേക് ബാസു കൂടെയാണ്. ഭയങ്കര ബ്യൂട്ടിഫുൾ വിഷ്വൽസ്, ഭയങ്കര സോൾഫുൾ, ഭയങ്കര സ്പാർക്ലിംഗ് ആയിരുന്നു. ഇതിൽ കോൽക്കട്ട, ഡൽഹി, ബാംഗ്ലൂർ എല്ലാം വളരെ നന്നായിട്ട് തന്നെ ക്യാപ്ചർ ചെയ്തിട്ടുണ്ട്. ഓവറോൾ ഒരു വൺ ടൈം വാച്ചബിൾ മ്യൂസിക്കൽ ഫീൽ ഗുഡ് മൂവി തന്നെയാണ് മെട്രോ ഇൻ ദിനോ. ഞാൻ ഒരിക്കലും പറയില്ല ഇതൊരു ഡിസപ്പോയിന്റിംഗ് ഔട്ടിംഗ് ആയിരുന്നു. ബിക്കോസ് ഇതൊരു തിയേറ്റർ ഡിമാൻഡ് ചെയ്യുന്ന സിനിമ തന്നെയാണ്. ബിക്കോസ് ഫസ്റ്റ് ഹാഫ് വളരെ നറേറ്റഡ്, വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് തന്നെയാണ് പോകുന്നത്. പിന്നെ പ്രീതമിന്റെ മ്യൂസിക്കും. ആകെയുള്ള പ്രശ്നം ആ എക്സ്പെക്ടേഷൻസ് അത്രയും എത്തിയില്ല എന്നുള്ളൂ. പിന്നെ അനുരാഗ് ബാസ് എന്ന ഡയറക്ടറിനുള്ളിൽ ഇപ്പോഴും ആ പൊട്ടൻഷ്യൽ കംപ്ലീറ്റ് ഉണ്ടെന്ന് നമുക്ക് ആ ഫസ്റ്റ് ഹാഫിന്റെ കണ്ടാൽ നമുക്ക് മനസ്സിലാവും. ആകെ ആസ് എ റൈറ്റർ അങ്ങോട്ട് പോരാന്നുള്ളൂ. കുറച്ചും കൂടെ ഇപ്പോഴും പഴയ ക്ലീശ ഐഡിയസിലൂടെ യാത്ര എന്നുള്ള പ്രശ്നം. കുറച്ചും ഔട്ട് ഓഫ് ബോക്സ് ഒക്കെ ചിന്തിച്ചു കഴിഞ്ഞാൽ ശരിക്കും അടിപൊളിയാവുന്നുള്ളൂ. സോ എന്തുകൊണ്ട് ഈ സിനിമ തിയേറ്ററിൽ കാണണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയുന്നത് ഒറ്റ പേരുള്ളൂ: പ്രീതമിന്റെ മാജിക്കൽ മ്യൂസിക്.